കള്ള ഇതിപ്പോ എന്നെ കടിക്കും. ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രയാണ് ഗൈസ്. യാത്ര പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നാടൊക്കെ കാണിച്ചു തരാവേ. നാടും എൻ്റെ പ്രദേശവും ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് കുറച്ച് ഞണ്ട് പിടിക്കാൻ വേണ്ടി വയലിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞണ്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് വർഷമായി ഞാൻ ഇങ്ങനെ ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വയലിലേക്കൊക്കെ പോയിട്ട്. കാരണം പിന്നെ ഹോസ്റ്റലിൽ പോയി, പിന്നെ പോയി വരുമ്പോഴാണെങ്കിൽ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അമ്മമ്മയുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വല്യമ്മയും ചെറിയമ്മയ്ക്കാണ് ഞണ്ട് പിടിച്ചിട്ട് കൊണ്ട് തരാറ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കറി വെച്ചൊക്കെ കഴിക്കും കേട്ടോ. വയൽ ഞണ്ടാണ്, അറിയാലോ വയനാട്ടിൽ കടലില്ല. അപ്പോൾ ഞങ്ങൾക്ക് വയലിലെ ഞണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നണേ ഞാൻ മറ്റേ നമ്മളെ അമ്മയൊക്കെ പോയി നമ്മളെ കടലിലെ ഞണ്ടിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റാണ് വയൽ ഞണ്ട്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വയലിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ആക്ച്വലി ഞാൻ തലയിൽ ഇതാ എണ്ണ തേച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് ഞങ്ങളെ വീട്ടിലെ അമ്മച്ചി പറഞ്ഞത് നമുക്ക് വയലിൽ പോയാലോ, അമ്മച്ചിക്ക് കുറച്ച് മറ്റേ മണ്ണെടുക്കാനുണ്ട്, കളിമണ്ണെടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നാൽ നമുക്ക് ഞണ്ട് പൊടി പിടിക്കാൻ പോവാം, അങ്ങനെയാകുമ്പോൾ ഞണ്ട് കഴിക്കാമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ, അമ്മ, കുഞ്ഞി, അമ്മച്ചി, ഞങ്ങൾ ഇത്രയും 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. താഴേന് വല്യമ്മ വരുമോ എന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പോവാണ്. പോണ വഴിക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിതയ്ക്കുന്നുണ്ട് ഗൈസ്, പ്രായമായി. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതേ റോഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ അതേ കാണുന്നില്ലേ, അതാണ് ഞങ്ങളുടെ വയൽ. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടി തന്നെ ചെറിയ തോടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഒരു ബക്കറ്റ് എടുത്തത് എന്തിനാ വെച്ചാൽ മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഒരു 2 ദിവസത്തിൻ്റെ അടുത്തായി ഇങ്ങോട്ടേക്ക് മഴ അങ്ങനെ പെയ്തിട്ട്. മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഒരു 2-3 ദിവസമായിട്ട്, 2 ദിവസമായിട്ട് മഴ അങ്ങനെ ഇല്ല. മഴയുള്ള സമയത്ത് പോയാലാണ് ഒരുപാട് കിട്ടുക ഞണ്ട്. ഇന്ന് കിട്ടുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് തിന്നാൻ ഭയങ്കര പൂതി ഗൈസ്. നമ്മൾ ആഗ്രഹങ്ങളൊന്നും വെറുതെ വെക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ നടക്കുകയാണ്. ചെറിയ വെയിലുണ്ടെന്ന്. ഇന്നലെയൊക്കെ ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പോകുകയാണ്. ഇതിലൊക്കെ ഞങ്ങൾ പണ്ട് ഒരുപാട് ഓടി കളിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും ഈ മറ്റേ വെക്കേഷൻ ടൈമൊക്കെ വരുന്ന സമയത്ത് കസിൻസ് എല്ലാവരും ഞങ്ങൾ തോട്ടിൽ തന്നെയായിരിക്കും. തോട്ടിലും വയലും പാടത്തും തെങ്ങും തോപ്പിലും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ നടക്കലായിരിക്കും. ഇവിടെ ഒന്നും ആദ്യം വീടുകളില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ വീടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് വലിയ കുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ വലിയ കുന്നായിട്ട് തോന്നില്ല. പക്ഷെ പണ്ട് കുത്തനുള്ള ഇറക്കമായിരുന്നു. പിന്നെയാണ് ഈ ടാറിട്ട റോഡൊക്കെ ആയി ഇങ്ങനെ സെറ്റായത്. അപ്പം അധികം നടക്കാനൊന്നും പ്രശ്നമില്ല. ഇവിടെയൊക്കെ കാപ്പിത്തോട്ടമായിരുന്നു. ഈ കാപ്പിത്തോട്ടം മൊത്തം ഇപ്പോൾ പോയി തരിശ് ഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. നല്ല കാറ്റ്. ഇന്ന് ചെറിയ വെയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നടക്കാം. നമ്മളിതാ താഴേക്ക് ഇറങ്ങി എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതിലുണ്ട്. അമ്മച്ചി വൈറലാവട്ടെ. ഇതാട്ടോ ഞങ്ങൾ ഇവിടുത്തെ തോടാണ് ഗൈസ്. പക്ഷെ വെള്ളമില്ല, വലിയ തോടായിരുന്നു. ഇപ്പോൾ പോകെ പോകെ തോടുകളൊക്കെ ചെറിയ ചെറിയ ചാലായി മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത് മറ്റേ നമ്മളെ വയൽ ഉഴുത് മറിക്കുന്നുണ്ട്. കുറേ പേരവിടെ നാട്ടിപ്പണി ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. ഇനി കുറച്ച് അഡ്വഞ്ചറായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇതിലെയാണ് ഗൈസ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളെ ഫുൾ. ഇത് വെള്ളം കയറിയിട്ടാണ് ഈ പാലത്തിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഇതാക്കണം. ഒരുപാട് വർഷങ്ങളായി പഴക്കമുള്ള പാലാട്ടോ.
ഇതൊന്നും വെള്ളമല്ല, വെള്ളമൊക്കെ കുറഞ്ഞു പോയി. കണ്ടോ ഗൈസ്, വയലൊക്കെ ഉഴുത് മറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ പേര് നാട്ടിപ്പണി ചെയ്യുന്നുണ്ട്. ഒരു നടന്ന കണ്ട. ഇപ്പം എല്ലായിടത്തും യന്ത്രവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ചേച്ചി ചേട്ടനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് കാണുന്ന പോലെ എളുപ്പമുള്ള പണിയല്ല, കാരണം കൈയൊക്കെ നീര് വെക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും. അമ്മ പണ്ട് ഇങ്ങനെ വയലിൽ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വയലുണ്ടായിരുന്ന സമയത്ത് വയലിൽ പോയിക്കൊണ്ടിരുന്ന വൈകുന്നേരം ആവുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ നല്ല നീരായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, കാണുന്ന പോലെയല്ല. അപ്പം ഞങ്ങൾ പോവുകയാണ്. കുറച്ചപ്പുറത്തേക്കാണ് നമുക്ക് ഞണ്ടൊക്കെ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു കറക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വയലല്ല, ഞങ്ങൾ വയൽ പാട്ടത്തിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കൃഷിയൊന്നുമില്ല. നല്ല രസമുണ്ട്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഇതിലൊക്കെ നടക്കുന്നത്. വല്ലാത്തൊരു നൊസ്റ്റു ഫീലിങ്സ്. പക്ഷേ അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂടെ ഇല്ല. നമ്മൾ പോവാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് അതിസാഹസികമായിട്ടുള്ള ഇതാണ്. കാരണം വഴുതി വീണാൽ നല്ല കോമഡി ആയിരിക്കും ഗൈസ്. ഇനി ഈ കാണുന്നില്ലേ, ഇതായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ അമ്മ ജമ്മിമാരല്ലേ അമ്മ ഇവര്? ജമ്മിമാര് അല്ല, തമ്പുരാക്കന്മാരല്ലേ? ഇവിടുത്തെ മെയിൻ ആൾക്കാരായിരുന്നു കേട്ടോ ഇവര്. ആണോ? അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു പ്രദേശം മൊത്തം അവരുടെ സ്വന്തമായിരുന്നു. അച്ഛമ്മയൊക്കെ ജോലിക്ക് അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛമ്മയെ പിന്നെ അച്ഛമ്മേന്റെ നാത്തൂമാര് ഒക്കെ അവിടെയാണ്. രാവിലെ പുലർച്ചെ 6 മണിക്ക് അവര് വരും. വൈകിട്ട് 4 മണിയാകുമ്പോഴാണ് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ആർക്കും ജോലി ചെയ്യാനൊന്നും വയ്യ. എല്ലാരും ഇങ്ങനെ ഇപ്പൊ സർക്കാർ ഉദ്യോഗം തെരഞ്ഞ് നടക്കണ്. പിള്ളേരൊക്കെ പഠിക്കണ്. അന്നത്തെ പിള്ളേരൊന്നും പഠിക്കാൻ പോവൂല. അതെ, നമ്മള് കാലം മാറി ഗൈസ്. നമ്മള് പണ്ട് ജമ്മിമാരുടെ അടിമകളായിരുന്ന ആൾക്കാര് ഇന്ന് അതിന് നിക്കുന്നില്ല. അന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. കാരണം നമ്മള് എന്താ പറയാ, നമ്മുടെ അച്ഛനമ്മമാര് ഇതിപ്പോ നമ്മുടെ അച്ഛനമ്മമാര് വളർന്നൊരു സാഹചര്യത്തിലായിരിക്കും അന്നത്തെ കുട്ടികൾ വളർന്നു വരിക. അപ്പൊ അവരവരുടെ പൂർവികരെ കണ്ടു പഠിക്കണു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നമ്മൾ ഒരുപാട് പോയി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, സ്വന്തമായിട്ട് നന്നായിട്ട് ജീവിക്കണം. ഇങ്ങനത്തെയുള്ള തോട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും മാറി തുടങ്ങി. ഇപ്പോഴും പക്ഷേ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നമ്മളതിൽ നിന്നും മാറണം, അവരെ മാറ്റുകയും വേണം. ഓണത്തിൻ്റെ സമയമാകുമ്പോഴായിരിക്കുമല്ലോ ഇതിൻ്റെ വില അറിയുക. ഓണപ്പൂക്കളാണ് ഗൈസ് ഇതൊക്കെ. ഓണം അടുക്കാറായി, അത്യാവശ്യം മഴയും പെയ്യാറായി കേട്ടോ. പിന്നെ ഇതീ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പണ്ട് ഇതിങ്ങനെ ഉഴുത് മറിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇത് വരമ്പത്ത് പോയിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വയലിലുള്ള ഞണ്ടൊക്കെ അതിൻ്റെ കൂടെ മേലേക്ക് പൊന്തി വരും. പൊന്തി വരുന്ന സമയത്ത് പെറുക്കിയെടുക്കും, ബക്കറ്റിലേക്ക് പെറുക്കിയെടുത്തിട്ട് പോവും. അതൊക്കെ പണ്ട് കേട്ടോ. ഇപ്പം അതിനൊന്നും മെനക്കെടാറില്ല. ഇതൊക്കെ ഇതാ ഉഴുത് മറിച്ച് ചളിപ്പിടി ആക്കിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഞണ്ട് പിടിക്കാൻ അറിയില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നല്ല രസമുണ്ടല്ലേ. ആയിസ് വരുന്ന വഴി അമ്മയ്ക്കൊരു ചെറിയ ഞണ്ടിനെ കിട്ടിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ സാധനം. ആണോ? അമ്മച്ചിക്ക് കിട്ടിയതാട്ടോ. ഇതാണ് നമ്മുടെ ഇങ്ങനെ ഉഴുത് മറിച്ചല്ലോ. അപ്പോൾ ഉഴുത് മറിക്കണ സമയത്ത്
ഇതിൻ്റെ കൂടടക്കം ഇളകി വരും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ആയിട്ട് കുറേ ഞണ്ടുകളൊക്കെ കിടക്കുമ്പോൾ കാണാം കേട്ടോ. പുറത്തേക്ക് തന്നെ വന്ന് നിൽക്കും. മറ്റേ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കേരനിരകളാടും ഒരു ഹരിതരാണത്. അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഇത് ഈ മാങ്ങമരം കാണുന്നില്ല, ഈ മാവ് കാണുന്നില്ല, അതിൻ്റെ അവിടെ തന്നെ ആയിട്ടൊരു കുളം ഉണ്ട്. നല്ല ഭംഗിയുള്ള കുളം. പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോക്ക് നടക്കൂല. ഗായ്സ്, ചെറുതായിട്ട് പണി പാളി. മഴ ചാറുന്നുണ്ട്. നനയാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഫോണ് നനയരുത്. നടക്കാണ്. ഇവിടുന്ന് വീണ നല്ല കോമഡി ആയിരിക്കും കേട്ടോ. ഈ ഓട്ടകളൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ മുന്നേ ഇവിടെ ആരോ ഞണ്ട് പിടിച്ചിട്ട് പോയതാട്ടോ. ഈ ഞണ്ടിൻ്റെ മടയൊക്കെ തുറന്ന് പിളർന്ന് ഞണ്ട് പിടിച്ചിട്ട് പോയതാണ്. അമ്മയ്ക്ക് കുടയില്ല. അതാ അമ്മ ഇവിടെ നിന്ന്. അതമ്മ, പക്ഷെ ഇത് ഞാൻ എങ്ങനെ പിടിക്കും? എനിക്ക് പിടിക്കാറിയില്ല. വാ, കിടക്കൊള്ള. ഓ ഗായ്സ്, അതാ അമ്മ അതിസാഹസികമായിട്ട് പിടിക്കാൻ പോകണേ. അതാ 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 ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കവറിലേക്ക് അത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ആണോ? ഈ അമ്മേനെ കൊണ്ട് അശോ, പക്ഷെ അത് എന്റെ കറിച്ചട്ടിയിലേക്കുള്ളത് തന്നെ ആയതുകൊണ്ട് എനിക്കത് കിട്ടി. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് കുറച്ച് കടവുണ്ട്. അത് പിന്നെയും പോയോ? അതിന്റെ ഗൈസ്, ഈ അമ്മേനെ കൊണ്ട് തോറ്റ്. അവിടുന്ന് വരുന്ന വഴിക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി പൈസ വെച്ച കവർ അവിടെ എവിടെയോ വീണ് പോയി. അത് നോക്കട്ടെ കേട്ടോ, കിട്ടുമോ നോക്കാം. പൈസ ഉള്ള കവറായിരുന്നു, അല്ലെങ്കിൽ ഒരു പോട്ട് പുല്ല് വിചാരിക്കും. ഞങ്ങൾ അങ്ങ് വരെ പോയി നോക്കി ഗൈസ്, ആ കവറ് കിട്ടിയില്ല. എനിക്ക് തോന്നണം അമ്മ അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. വെറുതെ അവിടം വരെ നടന്നിട്ട് വന്നു. അറിയോ, ഞാൻ ഇനി എടുക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ കാണണ്ട, നമ്മൾ വന്ന വഴിക്ക് കാണണ്ട. ഞങ്ങൾ അവിടെ ഒക്കെ പോയി നോക്കി, പക്ഷെ അവിടെ ഇല്ല. ഈ മറ്റേ ആ നമ്മളെ പാടം തുടങ്ങുന്ന അവിടെ ഇല്ലേ, അവിടം വരെ പോയി. എടുത്തിട്ടില്ല. ഗൈസ്, നിങ്ങളൊരു പുഴ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? കാണിച്ചു തരാം. ഗൈസ്, ഈ കാണുന്നില്ലേ, ഈ കാണുന്ന സാധനം, ഇതുകൊണ്ട് ഇവിടെ ചൂലുണ്ടാക്കാറുണ്ട്. ചെറിയ ചൂലാണ്, ക്വാളിറ്റി അല്ല, നല്ല ഭംഗി അത് കാണാൻ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അടുപ്പടിക്കുന്ന ഒരു ചൂലുണ്ടാക്കുന്ന കാണിച്ചെന്നില്ലേ, അത് ഈ സാധനം വെച്ചുണ്ടാക്കിയതാട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണ പുഴയൊഴുകുന്ന സൗണ്ട് ഇതാ ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ പാറക്കെട്ട് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഒന്നല്ല, നല്ല ഭംഗിയാണ്. ഇതില് നടന്നാ ചിലപ്പോ പണി കിട്ടും. നല്ല തെന്നലാണ് ഗൈസ്. നമുക്ക് പയ്യെ ഇറങ്ങിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പാറ നല്ല അലുവാ കഷ്ണം പോലെ ഉണ്ട്. സോ നമുക്ക് ചെരുപ്പ് അഴിച്ചിട്ട് നടക്കാം. എന്റെ പഠിച്ചോനെ, കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ? സത്യത്തിൽ നമുക്ക് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ചില്ല് ചെയ്ത് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അങ്ങനെ നല്ലൊരു പ്ലേസ് ആട്ടോ. മഴ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, കാരണം നല്ല വഴുക്കലാണ്. ആ പുഴയൊഴുകുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? രസല്ലേ? വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിലും നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട്. ഇപ്പൊ നമ്മളെ പുഴയോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് പോവാണ്. അപ്പോഴത് അവരത് പറിക്കുന്നുണ്ട് ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട്.
കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഗ്രാമീണ സ്ത്രീകൾ ഇവിടെ നിന്നും പുല്ല് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് എന്തിനാണ് സ്ത്രീകളെ ഇത് പറിക്കുന്നത്? തൊറപ്പ ഉണ്ടാക്കാൻ. തൊറപ്പ മീൻസ് ചൂലിട്ടോ. ഇത് കുറച്ചുകൂടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചൂലുണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഞാനിപ്പോൾ ചത്തേനെ കേട്ടോ. ഞാൻ എൻ്റെ വിചാരം ഇത് ഞാവലാണ് കരുതിയിട്ടേ പറിക്കാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് ചേരാണ് എന്ന്. തിന്നാ ചത്തുപോകും ഗായ്സ്. നിങ്ങൾക്ക് ഇനി എൻ്റെ വ്ളോഗ് കാണാൻ പറ്റൂലായിരുന്നു എന്നാല്. അപ്പം നിങ്ങളെല്ലാവരും പറയും ഓ എന്നാ പിന്നെ സമാധാനമായി. ചേരിൻ്റെ മരമാണിത് കാണുന്നത്. ഒരു ഞണ്ട് പിടിക്കാൻ എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കണം എന്നറിയോ? കാട് താണ്ടി, മലയും താണ്ടി, തോടും താണ്ടി ഇറങ്ങി എങ്കയാച്ച് പോവോമേ. എതുക്കാഹ? ഞണ്ട് പിടിക്കതുക്കാഹ. കാടാ, വളിയില്ല. അണ്ണാച്ചി വളവിടുങ്കോ. എന്തോ കടിച്ച പോലെ. അല്ല, തൊട്ടാവാടി വള്ളിയുടെ മുള്ളാണ്. സോറി, വള്ളിയല്ല, തൊട്ടാവാടി. ഇവരോരോ കാട്ടിലൊക്കെ മനുഷ്യനെ കൊണ്ടുവരും. അവിടെ ചെറിയ ഞണ്ട് മടയുണ്ട് ഗൈസ്. ഇപ്പൊ ഒന്ന് തപ്പി നോക്കട്ടെ കിട്ടുമോ എന്തോ. ഇങ്ങനെയാണ് ഇവര് മീൻ പിടിക്കുന്നത്. ഞണ്ട് പിടിക്കുന്നത്. പറ്റിച്ചോ? മടയല്ല, കൊറേ മടകളുണ്ട്. പുലിമടയ്ക്ക് പോലെ ഇത്ര ടാസ്ക് ഉണ്ടാവില്ല. പക്ഷെ ഞണ്ടിന്റെ മട ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇങ്ങനെ ആക്കുമ്പോൾ എന്താവും? ഞണ്ട് ചിലപ്പോൾ മേലേക്ക് കയറി വരും. അതാണ് ഇതിൻ്റെ ട്രിക്ക്. ഉണ്ടോ? നമ്മളിട്ട അതിൻ്റെ ഉള്ളിൽ ഞണ്ട് പൊന്തി വന്നിരിക്കണേ. അതാ, യെസ്, ഫൈനലി നമ്മളത് പിടിച്ചു. നിക്കേ, കണ്ടോ? നമ്മളങ്ങനെ ഫൈനലി ഒരു ഞണ്ടിനെ പിടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തുള്ളതാണോ? അതെ, നമ്മൾ അടുത്ത ടാർഗറ്റിലേക്ക് പോവാണ്. പക്ഷെ ഇവിടെ വെള്ളമല്ലല്ലോ. ഇത് ആക്ച്വലി ഇത് പഴയതല്ല, കുറച്ച് മുന്നേ വരെ ഇതൊരു വയലായിരുന്നു. കാട് കയറി ഇതിങ്ങനെ നാശമായി കിടക്കുന്നതാ. ഇത് വയലാണ്, പറ്റില്ല കേട്ടോ. ഇതിൽ വെള്ളമല്ല, നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ നടന്ന് അങ്ങനെ ഇങ്ങ വരെ നടന്ന് ഇതേ ഇവിടെ എത്തി. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് എൻ്റെ നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. തെക്കേ പറമ്പ് അല്ല, മയിലമ്പാടി എന്ന അതിസുന്ദരമായ ഗ്രാമം. അവിടെ ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഗൈസ്, എന്നെ കാണാൻ ശരിക്കൊരു പാത്തുമ്മേനെ പോലെയല്ലേ? പൊട്ടില്ലാണ്ട് ബീവി, അമൃത ബീവി. ഗൈസ്, അമ്മ അതിൽ സാധനം ഉണ്ട്. അപ്പം നമ്മൾ അതിലെ ഉള്ളിലേക്ക് കൈയിട്ട് കിട്ടി. ഇതാണ് നമ്മളെ ഞണ്ട്. അല്ല, അതിന്റെ മറ്റേ സംഭവം ഒക്കെ അറുത്ത് കളയണ്ടേ? വൈ ഇപ്പൊ പോവൂലേ?
നോക്കിയാ മതി ഇടകിടക്ക്. ഓക്കേടാ. വീണ്ടും അമ്മയ്ക്ക് ഒരു ഞണ്ട് കിട്ടിയിരിക്കുകയാണ്. കുഞ്ഞിയതാ അത് അതിലിടാൻ വേണ്ടി കൊടുത്തു. വയനാട്ടുകാരിയായിട്ട് ഞണ്ട് പിടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരു ഞണ്ടിൻ്റെ കടി കിട്ടിയാൽ ഞാൻ കിടന്ന് മൂങ്ങും. എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം ഗൈസ്. ഇത് കണ്ടിട്ട് ഒരു ഞണ്ടിൻ്റെ വീടാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് കടന്നാക്രമിക്കാം. ഇതാണിപ്പം ഞാൻ കൈയിടാൻ വേണ്ടി പോകുന്നത്. ഇത് വലിയൊരു കുഴിയാണല്ലോ. ഓ മൈ ഗോഡ്, ദൈവമേ ഉണ്ടാവണേ. ഇത് 2 വീടാണോ? അപ്പം എവിടെ ഇതിലെ കൈയിടണ്ടേ? ഓക്കെ. വെള്ളം കാണുന്നുണ്ട്. ഇതിലുണ്ടാവോ? ഇതിനകത്ത് കൈയിടാൻ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇതെന്താ വലിയ കുഴിയാണല്ലോ. എന്നെ വീണ്ടും പറ്റിച്ചോ? ഇത് വേറെ എങ്ങോട്ടോ പോവാണ് കേട്ടോ. ഇത് കണക്റ്റായി നിൽക്കുന്നൊരു സാധനമാണ്. വേറൊന്നും കടിക്കാണ്ടിരുന്നാൽ മതി. അമ്മയുടെ ട്രിക്ക് ഞാൻ ഇതാക്കാൻ പോണി. ഇതിലുണ്ട്. എൻ്റെ കയ്യിൽ അത് തടഞ്ഞ്. യെസ് 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 യേ ഫൈനലി ഐ ഡിഡ് ഇറ്റ്. ഓ മൈ ഗാഡ്, ആഫ്റ്റർ എ ലോങ് ടൈം. ഏതിലാ ഞാനിപ്പോൾ കഴുകുക? ഞാനത് പിടിച്ചു ഗൈസ്. ഞാൻ ഈ വെള്ളത്തിൽ തന്നെ കഴുകി കാണിച്ചരാ. ഞാൻ പിടിച്ച ഞണ്ട് കാണുന്നുണ്ടോ? ഇസ് ഫോക്കസ് ആവുന്നില്ലല്ലോ തേങ്ങ. ഞാൻ പിടിച്ച ഞണ്ട്. ഓക്കെ. അപ്പോൾ ദേ ഇത്രയും സാധനം നമ്മൾ പിടിക്കാൻ തുടങ്ങിയേ. ബാക്കി ചെയ്യാം. ഗായ്സ്, ദേ ഇവിടെ ഒരു ഞണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മടേന്ന് പിടിക്കുന്ന പോലെയല്ല വെള്ളത്തിലുള്ളത് പിടിക്കാൻ. ഇത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഗായ്സ്, ദേ ഇവിടെയാണ് ആശാൻ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മളതിനെ പിടിച്ചു. ഓക്കെ. ഓ എന്താ ആശാന്റെ ഒരു ഓട്ടം. അമ്മ വരുന്നുണ്ട്. ബാ. ഗായ്സ്, അത് എൻ്റെ 3ാമത്തെ ഞണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. നമുക്കൊരു നേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അത് കിട്ടി. അപ്പം നമുക്ക് ഇവിടുന്ന് എപ്പോഴും ഞണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു അവയർനെസ് കൂടി ഞാൻ പറയാൻ പോവാണ്. ഞാനിത് കൈയിടുന്നത് കണ്ടിട്ട് ഏതെങ്കിലും മടയിൽ പോയിട്ട് കൈയിടാൻ നിൽക്കരുത്. കാരണം അത് വല്ല പാമ്പിൻ്റെ മട വല്ലതും ആണെങ്കിൽ കൊത്തും കിട്ടി അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഞണ്ടിൻ്റെ മടയ്ക്കൊരു പ്രത്യേക ഇത് കാര്യമായിട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഞണ്ടിൻ്റെ മട. ചുറ്റും മണ്ണെടുത്തിട്ട് മേലെ ഇങ്ങനെ കൊണ്ട് ഇടുമായിരിക്കും ചെയ്യുക. ഓക്കെ. അപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ ഇതിന് പ്രത്യേക ഒരു കഴിവുണ്ട്. എന്താ വെച്ചാൽ 2 മടയായിട്ടായിരിക്കും ഇവർ കുഴിക്കുക. 2 സൈഡ്. അതായത് നമ്മൾ ഈ ശത്രുക്കൾ വരുമ്പോൾ ഇപ്പുറത്ത് കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 കുഴിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കൈയിടാൻ. ഏതെങ്കിലും ഒരു മടയിൽ പോയി ഇങ്ങനെ ഞാൻ കൈയിട്ടത് കണ്ടിട്ട് പോയി കൈയിട്ടിട്ട് പാമ്പിൻ്റെ കൊത്തൊന്നും വാങ്ങി വെക്കാൻ നിൽക്കണ്ട. അപ്പം അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഓക്കെ. ഇതിലുണ്ടോ നമുക്ക് നോക്കാം. ഇതുണ്ടല്ലോ ഉറപ്പുള്ള മണ്ണാണ്, അതുകൊണ്ട് കൈയിടാൻ പറ്റില്ല. വേറെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേണ്ട, ഞാൻ ഒരുപാട് ഞണ്ട് ഞാൻ പിടിച്ചു ഗൈസ്. ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പിടിക്കേണ്ട അറിയില്ല. പിന്നെ സെറ്റായി കുറേ ഗൈസ്. ഇത് അമ്മ കൊണ്ടുവന്ന ഞണ്ടുകളാണ് ഇത്രയും. ഇത് കണ്ടോ, നമുക്ക് ഇത്രയും കിട്ടി. ഇതിപ്പന്നെ കഴിച്ചു. എളുപ്പമാണ്. കിട്ടി ഗൈസ്.
ഗായ്സ് ഇതാ കുഞ്ഞ് ഞണ്ട് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഇത് വീണു. കുഞ്ഞ് ഞണ്ട് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ അതാ ദേ ഇത്രയും ഞണ്ടുകളാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ അമ്മ അമ്മച്ചി കൂടിയിട്ടാണ് പിടിച്ചത്. പിന്നെ കുഞ്ഞ് ലാസ്റ്റ് ഒരു കുഞ്ഞ് ഞണ്ട് പിടിച്ചു. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയിട്ട് ഏകദേശം ഈ ഒരു ബക്കറ്റിന്റെ പകുതിയോളം ഞണ്ടുകൾ കിട്ടി. ഇത് വയൽഞണ്ടാണ്, ഇതിന് വേറൊരു പേര് പറയും. പക്ഷെ എനിക്ക് അതിവിടെ പറയാനുള്ള നിവൃത്തിയില്ല കേട്ടോ. എന്താ നിവൃത്തിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയി പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്, നല്ല രസമാണ്. ഇത് പൊരിക്കാനാണെങ്കിലും ഞാൻ റോസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിനി വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ ഏകദേശം ഒരുപാട് ടൈമായിട്ടുണ്ട്. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്. ഇത്ര നേരം ചെറിയൊരു മഴച്ചാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ അപ്പം ലാസ്റ്റ് ഫൈനലായിട്ട് അമ്മയ്ക്ക് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഞങ്ങൾ നിർത്തുകയാണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ നാട്, എൻ്റെ ഈ ചുറ്റുപാടും ഈ വയലും ഈ പ്രദേശവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ബക്കറ്റിലിടുന്നില്ല, കവറിലേക്ക് മാറ്റും. എന്താ വെച്ചാൽ ബക്കറ്റിലിട്ടാൽ ചിലപ്പോൾ ഇത് ചാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരെ അത് കാണുന്നവരേക്കും ടാറ്റാ.